ഡൽഹിയിൽ ഹൈക്കോടതി ജഡ്ജി യശ്വന്ത് വർമ്മയുടെ വീട്ടിൽ നിന്നും പണം കണ്ടെത്തിയതിൽ റിപ്പോർട്ട് പുറത്തുവിട്ട് സുപ്രീം കോടതി. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ദേവേന്ദ്രകുമാർ ഉപാധ്യായ സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ടാണ് പുറത്തുവിട്ടത്. കത്തിയ നോട്ടുകെട്ടുകളുടെ ചിത്രങ്ങളും ദൃശ്യങ്ങളും റിപ്പോർട്ടിൽ. ആരോപണങ്ങളോടുള്ള ജസ്റ്റിസ് വർമ്മയുടെ പ്രതികരണവും കോടതി പുറത്തുവിട്ടിട്ടുണ്ട്. വാർത്തയുടെ വിശദാംശങ്ങളുമായി ദീപ്തി ഗോപകുമാറുണ്ട്. ദീപ്തി, യശ്വന്ത് വർമ്മയുടെ വീട്ടിൽ നിന്നും പണം കണ്ടെത്തിയതിൽ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുകയാണ് സുപ്രീം കോടതി. ഒപ്പം തന്നെ ദൃശ്യങ്ങളും നോട്ടുകെട്ടുകളുടെ ദൃശ്യങ്ങളും പുറത്തുവിട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ജസ്റ്റിസ് വർമ്മയുടെ പ്രതികരണവും കോടതി പുറത്തുവിട്ടിട്ടുണ്ടല്ലോ. എന്താണ് അദ്ദേഹത്തിന്റെ പ്രതികരണം? വൃന്ദ, 14-ാം തീയതിയാണ് ഈ ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ വീട്ടിൽ തീപിടുത്തം ഉണ്ടാകുന്നത്. അതിനുശേഷം നടത്തിയൊരു പരിശോധനയിലാണ് ഇത്തരത്തിൽ നോട്ടുകെട്ടുകൾ കണ്ടെത്തിയത്. 4-5 ചാക്കുകെട്ടുകൾ കത്തിയ നിലയിലാണ് കണ്ടെത്തിയത്. അതുകൊണ്ട് തന്നെയാണ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഇങ്ങനെ ഒരു അന്വേഷണത്തിന് ഇങ്ങനെ ഒരു റിപ്പോർട്ട് സമർപ്പിക്കാനായിട്ടുള്ള ഒരു കാരണം എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത് സുപ്രീം കോടതിയാണ് റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. അതിനകത്ത് ഡൽഹി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള DK ഉപാധ്യ തയ്യാറാക്കിയ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. അതിനകത്ത് പറയുന്നത് 4-5 ചാക്കുകെട്ടുകളിലായിട്ടുള്ള നോട്ടുകെട്ടുകളാണ് കത്തി നശിച്ചത്. അതുകൊണ്ട് തന്നെ ഒരു കൂടുതൽ അന്വേഷണത്തിലേക്ക് കടക്കണം, അല്ലെങ്കിൽ ഇതിന് നല്ലൊരു അന്വേഷണം തന്നെ വേണം എന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ടാണ് പുറത്തുവിട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ അവർ പറയുന്നത് വീട്ടിലുള്ളവരോ അല്ലെങ്കിൽ അവിടുത്തെ ജീവനക്കാരോ മാത്രം പ്രവേശിക്കുന്ന ഒരു മുറിയിൽ ഇത്തരത്തിലൊരു നോട്ടുകെട്ടുകൾ കണ്ടെത്തിയ സാഹചര്യത്തിൽ കൂടുതൽ അന്വേഷണം വേണമെന്ന് ഒരു ശുപാർശയും ചീഫ് ജസ്റ്റിസ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇതിൽ യശ്വന്ത് വർമ്മയുടെ പ്രതികരണം എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയുന്നത് ഈ തീപിടുത്തമുണ്ടായ ദിവസം അദ്ദേഹം സ്ഥലത്തുണ്ടായിരുന്നില്ല, അദ്ദേഹം മധ്യപ്രദേശിലായിരുന്നു എന്നാണ് യശ്വന്ത് വർമ്മ പറയുന്നത്. അതുപോലെ തന്നെ കുടുക്കിയതാണ്, അല്ലെങ്കിൽ ഒരു ഗൂഢാലോചനയുടെ ഭാഗമായി നടന്ന ഒരു തീപിടുത്തമാണ്, അല്ലെങ്കിൽ പണം കണ്ടെത്തി എന്ന് പറയുന്നത് ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ സംഭവത്തിൽ ഈ ഒരു പണം കണ്ടെത്തിയതുമായി തനിക്കോ തൻ്റെ കുടുംബത്തിനോ ഒരു ബന്ധമില്ലെന്നും, അതുപോലെ തന്നെ സ്റ്റാഫ് ക്വാർട്ടേഴ്സിനടുത്തുള്ള ഒരു തുറന്നിട്ട ഒരു മുറിയിൽ അല്ലെങ്കിൽ ഓപ്പൺ ആയിട്ടുള്ള ഒരു സ്റ്റോർ റൂമിൽ പണം കണ്ടെത്തി എന്ന് പറയുന്നത് തികച്ചും അവിശ്വസനീയമായ ഒരു കാര്യമാണ്, അസംബന്ധമായ ഒരു കാര്യമാണെന്നാണ് യശ്വന്ത് വർമ്മ പറയുന്നത്. ഇപ്പോൾ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയുടെ നേതൃത്വത്തിൽ സഞ്ജീവ് ഖന്ന ഒരു 3-അംഗ അന്വേഷണ സമിതിയെ, ഒരു 3-അംഗ ഹൈക്കോടതി ജഡ്ജിമാരടങ്ങുന്ന ഒരു സമിതിയെ, അന്വേഷണ സമിതിയെ രൂപീകരിച്ചിട്ടുണ്ട്. ആഭ്യന്തര അന്വേഷണ സമിതിയാണ്. ഇവർ ഈ ഒരു വിഷയത്തിൽ കൂടുതൽ അന്വേഷണം നടത്തും. അതിനുശേഷം ഈ ഒരു യശ്വന്ത് വർമ്മയ്ക്കെതിരെ കുറ്റങ്ങൾ കണ്ടെത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ തുടർ നടപടികളിലേക്ക് പ്രവേശിക്കും. ചിലപ്പോൾ അദ്ദേഹത്തെ ഇംപീച്ച് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹം സ്വമേധയാ രാജിവെച്ച് പോകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ സുപ്രീം കോടതി അല്ലെങ്കിൽ ജുഡീഷ്യൽ സിസ്റ്റത്തിനെതിരെ ഒരുപാട് വിമർശനങ്ങൾ വരുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു സുപ്രീം കോടതി ഇപ്പോൾ ഒരു റിപ്പോർട്ട് തന്നെ സുപ്രീം കോടതിയുടെ വെബ്സൈറ്റ് വഴി പുറത്തുവിട്ടിരിക്കുന്നത്. ഇനി കൂടുതൽ ഈ ഒരു കേസിലെ കൂടുതൽ വിശദീകരണങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ അപ്ഡേറ്റുകൾ നമുക്ക് സുപ്രീം കോടതിയുടെ വെബ്സൈറ്റിൽ കൂടി അറിയാൻ സാധിക്കുമെന്നുള്ളൊരു റിപ്പോർട്ടും പുറത്തു വരുന്നുണ്ട്. നമുക്ക് ആ ഒരു വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഈ ഒരു കേസിന്റെ കൂടുതൽ അപ്ഡേറ്റ്സ് മനസ്സിലാകും. അതിന് മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ജുഡീഷ്യറിക്കെതിരെ വിമർശനങ്ങൾ, വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് ജനങ്ങളുടെ അടുത്ത് നിന്ന് കിട്ടുന്നത്. അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു അസാധാരണമായ ഒരു നീക്കവുമായി അല്ലെങ്കിൽ അസാധാരണമായിട്ടൊരു റിപ്പോർട്ട് പുറത്തുവിട്ടതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ ഒരു വിശ്വാസത്തെ കളങ്കപ്പെടുത്തുന്ന രീതിയിലാണ് ഈ ഒരു കേസ് പുറത്തു വന്നിരിക്കുന്നത്. ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ഈ യശ്വന്ത് വർമ്മയുടെ 6 മാസത്തെ ഫോൺ റെക്കോർഡുകൾ പരിശോധിച്ചിട്ടുണ്ട്. അതിനുശേഷം അദ്ദേഹത്തെ ജുഡീഷ്യൽ ജോലികളിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റി നിർത്തിയിരിക്കുകയാണ്. ഇനി അദ്ദേഹത്തിന് ജുഡീഷ്യൽ കാര്യങ്ങളിൽ ഇടപെടാനോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാനോ സാധിക്കുകയില്ല. നിലവിൽ നമുക്ക് കിട്ടുന്ന ഒരു അറിയിപ്പനുസരിച്ച് 2018 CBIയുടെ ഒരു കേസിലും അതുപോലെ തന്നെ DD അന്വേഷിച്ച ഒരു കേസിലും യശ്വന്ത് വർമ്മയുടെ പേര് പരാമർശിച്ചിട്ടുണ്ട് എന്നാണ് സിംബോല ഷുഗേഴ്സ് എന്ന സ്ഥാപനത്തിനെതിരായ